അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിത്യജീവിതത്തിൽ എല്ലാവർക്കും ഉപകരിക്കുന്ന ആത്മീയ ഒറ്റമൂലികൾ പറയാം. വീഡിയോ എല്ലാവരും മനസ്സിലാക്കി കാണും. വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുകയും ചെയ്യുക. അള്ളാഹുവിന്റെ മഹത്തായ നാമങ്ങളിൽപ്പെട്ട ഒരു നാമമാണ് ഹഫീൽ എന്നത്. യാ ഹഫീലു യാ അല്ലാഹ്, യാ ഹഫീലു യാ അല്ലാഹ്. ദിവസവും ഈ നാമം 11 തവണ രാവിലെ കഴിക്കുന്ന ആദ്യ ഭക്ഷണത്തിൽ അല്ലെങ്കിൽ വെള്ളത്തിൽ മന്ത്രിച്ച് കുട്ടികൾക്ക് കൊടുത്താൽ കുട്ടികളുടെ വൈഷണിക വളർച്ചയ്ക്കും അസുഖ ബാധയിൽ നിന്നും മോചനം ലഭിക്കും. യാ ഹഫീൽ എന്നാൽ സംരക്ഷകൻ എന്നാണ് അർത്ഥം. പിണങ്ങിയ ഭാര്യ ഭർത്താക്കന്മാർ, കുടുംബത്തിലെ മറ്റു അംഗങ്ങൾ ഇവരുടെ പിണക്കം മാറാൻ യാ ഹലീമു യാ അല്ലാഹ്, യാ ഹലീമു യാ അല്ലാഹ്, യാ ഹലീമു യാ അല്ലാഹ് എന്ന ഇസ്മ 88 തവണ ചൊല്ലി ആപ്പിൾ പോലോത്തതിൽ മന്ത്രിച്ച് നൽകിയാൽ സ്നേഹബന്ധം നിലനിൽക്കും, പിണക്കം മാറുകയും ചെയ്യും. നല്ല കാര്യങ്ങൾക്ക് മാത്രം ഇത് ചെയ്യുക. യാ ഹലീമു എന്നാൽ സഹനമുള്ളവൻ എന്നാണ് അർത്ഥം. അനുസരണക്കേടുള്ള കുട്ടികൾ ഉറങ്ങുന്ന സമയം അവരുടെ മൂർധാവിൽ വെച്ച് യാ ഹക്കമു യാ അല്ലാഹ്, യാ ഹക്കമു യാ അല്ലാഹ് ഈ നാമം 68 തവണ ചൊല്ലി ഇഷ്വി എന്ന് പറഞ്ഞു മന്ത്രിക്കുന്നത് അനുസരണക്കേട് മാറാൻ നല്ലതാണ്. യാ ഹക്കമു എന്നാൽ വിധിക്കുന്നവൻ എന്നാണ് അർത്ഥം. നമ്മുടെ വാക്കുകൾക്ക് സ്വീകാര്യതയും അംഗീകാരവും ലഭിക്കാൻ അള്ളാഹുവിന്റെ മഹത്തായ നാമം യാ സമീഉ യാ അല്ലാഹ്, യാ സമീഉ യാ അല്ലാഹ്, യാ സമീഉ യാ അല്ലാഹ് 180 തവണ ദിവസവും ചൊല്ലിയാൽ മതിയാകും. യാ സമീഉ യാ അല്ലാഹ് എന്നാൽ എല്ലാം കേൾക്കുന്നവൻ എന്നാണ് അർത്ഥം. പഠിക്കാനും മറ്റു പല കാര്യങ്ങൾക്കും മടിയുള്ള അലസതയുള്ള കുട്ടികളുടെ മൂർധാവിൽ അവർ ഉറങ്ങുന്ന സമയം യാ റാഫിഉ യാ അല്ലാഹ്, യാ റാഫിഉ യാ അല്ലാഹ് 21 തവണ ചൊല്ലി മന്ത്രിച്ചാൽ നല്ല മാറ്റം അവരിൽ ഉണ്ടാകും. യാ റാഫിഉ എന്നാൽ ഉയർത്തുന്നവൻ എന്നാണ് അർത്ഥം. കുട്ടികൾ ഉറങ്ങുന്ന സമയം അവരുടെ മൂർധാവിൽ യാ അലീമു യാ അല്ലാഹ്, യാ അലീമു യാ അല്ലാഹ് 21 പ്രാവശ്യം 21 ദിവസം തുടർച്ചയായി ഓതി മന്ത്രിച്ചാൽ അവരുടെ ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും വർദ്ധിക്കുന്നതാണ്. യാ അലീമു എന്നാൽ എല്ലാം അറിയുന്നവൻ എന്നാണ് അർത്ഥം. ആർത്തവമുള്ള സമയം സ്ത്രീകൾ യാ വാലി യാ അല്ലാഹ്, യാ വാലി യാ അല്ലാഹ് ഈ നാമം കഴിയുന്നത്ര ചൊല്ലുക. എന്നാൽ അവരുടെ ക്ഷീണം, തളർച്ച, മറ്റു പ്രയാസങ്ങൾ, വിഷമങ്ങൾ എല്ലാം നീങ്ങിക്കിട്ടുന്നതാണ്. യാ വാലി എന്നാൽ ഏറ്റെടുക്കുന്നവൻ, സർവാധിപൻ എന്നൊക്കെയാണ് ഈ ഇസ്മിന്റെ അർത്ഥം. എല്ലാവരും ഈ അറിവുകൾ ജീവിതത്തിൽ പകർത്തുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.